ശബരിമല സ്വർണ്ണക്കൊള്ള ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ കുറിച്ചുകൊള്ളുന്നതാണ്. SIT വലിയ ഭയത്തിൽ തന്നെയാണ്. കള്ളന്മാരെവിടെ എന്നാണ് ചോദിക്കുന്നത്. പത്മകുമാറിലും നിങ്ങളങ്ങ് ഒതുക്കിയോ, നിർത്തിയോ, ബാക്കി കള്ളന്മാരെവിടെ എന്നുള്ളതാണ്. അതായത് SITയിലുള്ള വിശ്വാസം കോടതിക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു സംശയമാണ് കോടതിയുടെ പല ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രേഖകൾ മുഴുവൻ ഇഡിക്ക് നൽകിക്കൊള്ളൂ, ഇനി കൂടുതൽ അന്വേഷണം ഇഡി നടത്തട്ടെ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ പല പേരുകൾ, അതായത് തന്ത്രിയുടേത്, ജയറാമിൻ്റെത് അടക്കം പല പേരുകൾ വന്നു, കടകംപള്ളി സുരേന്ദ്രൻ്റെത് വന്നു. പക്ഷെ ഇവരിലെ ആരിലേക്ക് പോകാതെ പത്മകുമാറിലോടുകൂടി അന്വേഷണം അവസാനിക്കുമോ എന്ന് നമ്മൾ അടക്കം സംശയിച്ചിരിക്കുന്നിടത്താണ് കോടതി രൂക്ഷമായ ഭാഷയിൽ SITയോട് ചോദിച്ചിരിക്കുന്നത്. എവിടെ ബാക്കി കള്ളന്മാർ? അന്താരാഷ്ട്ര റാക്കറ്റിന്റെ ബന്ധം ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അവരിലേക്ക് നിങ്ങളുടെ അന്വേഷണം എത്തിയില്ല എന്നുള്ളത്. ഇത് EDയിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ശബരിമലയിലെ കൊള്ള പുറത്തു വരാൻ പോകുന്നത്? ED എവിടെ നിൽക്കട്ടെ, ഈ ശബരിമലയിലെ വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ കോടതിക്ക് പുല്ലുവില എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ആദ്യത്തെ ഒരു കോടതി ഇടപെട്ടപ്പം ഞാൻ പിയേഴ്സൺ മാഷും നമ്മൾ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്ത കാര്യം, ആദ്യത്തെ ഒരു ഇടപെട്ടപ്പോൾ നമുക്ക് ഒരു വിശ്വാസം വരുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വിശ്വാസം വരുന്ന രീതി വന്നപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള ആൾക്കാർ മാത്രമായി അന്വേഷണം. കോടതി പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ 1 by 1 ആയിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് തിരുമേനിയും തന്ത്രിയെ മാറ്റിയത് കാരണം ഇവർക്ക് എനിക്കൊന്നും പേടിയാന്ന് തോന്നുന്നു, അറിയത്തില്ല. ചിലപ്പം ഇവരെ അറസ്റ്റ് ചെയ്ത ബ്രാഹ്മണ ശാപം വല്ലതും വരുമെന്ന് നമ്മളൊക്കെ പറയാം. തലമുറ നിൽക്കുക, അതിന് ബ്രാഹ്മണനാവണം, ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണാന്നാ. അത് ഇവർക്ക് അറിയത്തില്ലല്ലോ, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതിനകത്ത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതിനകത്ത് എവിടോ ഇട്ടൊന്ന് ചവിട്ടി അവിടെ ഇട്ട് അതുകൊണ്ട് അങ്ങനെ എന്നിൽ കൂടി എല്ലാം അവസാനിക്കണം. ചിലർ പറയത്തില്ല ഈ സത്യം വേറെ ആരും അറിയണ്ട, എന്നിൽ കൂടി അവസാനം, പപ്പനിൽ കൂടി എല്ലാം അവസാനിക്കണം. പപ്പൻ അവിടെ കിടന്ന് കരയുക, ഞാൻ മാത്രമല്ലേ 2 ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ട്, ഞാൻ മാത്രമല്ലേ തന്ത്രിയുണ്ട്, ഞാൻ മാത്രമല്ലേ മന്ത്രിയുണ്ട്, ആര് കേൾക്കാനാണ്? ആരുമില്ല. കോടതിയെ കൊണ്ടുവന്ന് ജാമ്യാപേക്ഷ കൊടുത്തു. ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ അതിനകത്ത് വന്നത് എങ്ങനെ? ഈ പറഞ്ഞതുപോലെ ഇവരെല്ലാം ഉണ്ട്, ഞാൻ മാത്രം എങ്ങനെ? ഇന്നലെ ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെ പപ്പൻ മാത്രം വരും? നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഇവിടെ? ഇങ്ങനെ ഈ രൂക്ഷ ഭാഷയിലെ 2 ബോർഡ് മെമ്പർമാർ കൂടിയിരുന്ന് തീരുമാനിച്ചെടുത്ത് ദേവസ്വം, അതിനകത്ത് വിയോജനക്കുറിപ്പ് പോലും ഇല്ലാത്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാത്രം അകത്തിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്തോ ഉദ്ദേശമുണ്ടല്ലോ, നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരുത്തൻ്റെ അച്ഛൻ SP അറിയാം, ഇപ്പം DIG മറ്റേ DIG CPIയുടെ പ്രതിനിധിയായിട്ടുള്ള ശങ്കർദാസ് SP. അപ്പോൾ അതിനകത്ത് ഇടപെടലുണ്ടാവും. അപ്പം ഇതിനകത്ത് കോടതി ഒരു നേതാവിനെ തീരുമാനിച്ചിട്ട് നേതാവ് താപ്പോട്ടുള്ള ആളിനെ നേതാവ് താപ്പോട്ടുള്ള ആളിനെ തീരുമാനിച്ചാൽ പുള്ളിക്ക് വിശ്വാസമുള്ള ആളിനെ തീരുമാനിച്ചത്. ഇതിനകത്ത് വിശ്വാസമുള്ള ആളിനെ തീരുമാനിച്ചപ്പോൾ താപ്പോട്ട് അന്വേഷിക്കുന്നത് അവരാണല്ലോ. DDP റാങ്കുള്ള ഒരാൾ ഇതിൻ്റെ നേതൃത്വത്തിൽ വരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ ഇന്ന് നമ്മൾ ഈ പറയുമ്പം സാധിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭരണ സംവിധാനമൊക്കെ ഉള്ളൂ. വിളിച്ചിരുത്തിന്നതോ അവിടെ വരുമ്പോൾ അവിടെ ചവിട്ടിയാൽ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ അതിവിദഗ്ധമായിട്ടുള്ള 2 അറസ്റ്റ് നടന്നു. നമ്മൾ വിചാരിക്കും ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടാണ് താമസിച്ചത്. ഇന്നലെ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തു, ജ്വല്ലറി ഉടമ. പിന്നെ ഒരു പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. അവിടെ ചെന്നാലേ ഇത് ഉരുക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? മറ്റേ ഉരുക്കിയെടുത്തത് ഇയാൾ എടുത്താലേ ശരിയാവത്തുള്ളൂ, അയ്യപ്പൻ്റെ സ്വർണം. അപ്പം ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ആളിനും ഈ പറയുന്ന ജ്വല്ലറി ഗോവർദ്ധൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആളുമായിട്ട് ഒക്കെ തന്ത്രിക്ക് ബന്ധമുണ്ടറിയാം. ഇവന്മാരെല്ലാം അവിടെ ആ പൂജ, ആ ജ്വല്ലറിയിലും അവിടെ ആ പൂജ എന്തോന്നറിയാമല്ലോ, കാണുന്ന പൂജ. ജയറാമിന്റെ അവിടെ പൂജ നടന്നല്ലോ, വേറെ എങ്ങും ഇല്ലാത്തോളം ഈ പറയുന്ന വാതിൽപ്പടിയോ ദ്വാരപാലകശപ്പോ 150 രൂപയ്ക്ക് പൂജ കൊടുത്തത് എന്തൊരു പൂജയാണെന്നറിയാം. നമ്മളെ പണ്ട് കല്ല് കൊത്താറുണ്ടോ എന്ന് റോഡെ ആൾക്കാരെ ഈ ഇവർ വിളിച്ചുകൊണ്ട് പോകും, നമ്മൾ പിടിച്ച് കല്ല് കൊത്തിക്കുന്നവരെ. എനിക്ക് വന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ശബരിമലയിലെ ഇത് എടുത്തോണ്ട് ഇങ്ങനെ റോഡെ ഇങ്ങനെ ശബരിമല സാധനം പൂജിക്കാനുണ്ടോ എന്ന് ചോദിച്ചും ജയറാം വിളിച്ച് പൂജിച്ച് 150 രൂപ കൊടുത്തതുപോലെ തോന്നുന്ന രീതിയിലാണ് വർത്തമാനം. ഏതായാലും ഇതിനകത്ത് ഹൈക്കോടതി ഇടപെട്ടതിന് ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാനാണോ ഈ പറഞ്ഞ 2 പേരെ അറസ്റ്റ് ചെയ്തത് എന്ന് പോലും വിചാരിക്കേണ്ടി വരും. ഇഡിക്ക് എൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വിജിലൻസ് കോടതിയെടുത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊന്ന് അന്വേഷിക്കണമല്ലോ. കോടതിക്കറിയാം ഇതിനകത്ത് ദ്വാരപാല ശില്പത്തിനകത്തും അല്ലെങ്കിൽ ഈ പറയുന്ന വാതിൽപ്പടിക്കകത്ത് നിന്നൊരു കൊള്ളയല്ല, കടൽ കടന്നിട്ടുണ്ട്. അത് ആദ്യമേ കോടതി പറഞ്ഞു, കടൽ കടന്നിട്ടുണ്ട്, കോടികളുടെ ഇടപാട് നടന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് SITയുടെ അന്വേഷണം ഏത് കോടതി ഇടപെട്ടിട്ടും അതിനകത്ത് കൊള്ള നടത്തിയവർ ഭീകരന്മാരെന്ന് പറഞ്ഞാൽ ഏതാ
രാഷ്ട്രീയത്തിനകത്ത് അല്ലെങ്കിൽ എന്ത് നടത്താൻ പറ്റുന്ന എവിടെ വേണേലും ഇവിടുത്തെ ഒരുപക്ഷെ ശബരിമല മൊത്തത്തിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന സ്വാധീനമുള്ള ആൾക്കാരാണെന്ന് കോടതി പറയും. കൊണ്ട് ആ കോടതിക്കകത്ത് പറഞ്ഞതൊക്കെ രക്ഷയില്ല. കോടതി എങ്ങനെ വെളിയിൽ പറയും? ഞങ്ങൾ പറഞ്ഞതൊക്കെ അവരെ കേൾക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. ഓരോന്നിന് നേരത്തെ ഈ പറയുന്ന ആദ്യം ചെന്ന കോടതി ചൂണ്ടിക്കാണിച്ച് അയാളെ വെക്കണ്ടേ, ഇയാളെ വെക്കണ്ടേ, ഈ വകുപ്പ് ചേർക്കണ്ടേ, ഇതൊക്കെ അവർ കോടതി പറഞ്ഞ് ചേർത്തുണ്ടെങ്കിൽ ഇന്നലെ ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഭയങ്കരമാണ്. അതായത് ഇതിനകത്ത് മന്ത്രി ഉണ്ട്, തന്ത്രി അറസ്റ്റ് ചെയ്തേ ഈ കേസ് സുതാര്യമാകത്തുള്ളൂ. പറഞ്ഞത് ഇന്ന് കഴിഞ്ഞ ദിവസം അതുപോലെ സാറേ, ഞാൻ അതിനകത്ത് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞാണെങ്കിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത റിപ്പോർട്ട് സാറ് കണ്ടായിരുന്നു. വാസു കൊടുത്ത റിപ്പോർട്ട് കണ്ടായിരുന്നു. ഞെട്ടിപ്പോയി. കേസ് എങ്ങും നിൽക്കത്തില്ല സാറേ. എന്തോന്നറിയോ, ഇതെവിടാ ചെമ്പ്? എനിക്ക് തീരുമാനിക്കാൻ പറ്റുമായിരുന്നു അത് പിച്ചളയാ അല്ലെ ചെമ്പ് തകിടാ. ഇതിനകത്ത് രേഖ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നും രേഖയില്ലല്ലോ സ്വർണ്ണമാണെന്ന്. ആര് പറഞ്ഞു സ്വർണ്ണമാണെന്ന്? ഞാനല്ലേ, എനിക്ക് അതിനുള്ള അധികാരമില്ല. ഞാൻ കമ്മീഷണല്ലായിരുന്നു. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണിച്ചില്ലേ, ഞങ്ങൾ കൂടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് ആ ചെമ്പ് തകിടാണെന്ന് എഴുതി തീർന്നില്ലേ? എനിക്ക് ജാമ്യം എന്താ? നിങ്ങൾ അല്ലെങ്കിൽ കാണീര് ദേവസ്വം ബോർഡിന്റെ റെക്കോർഡിലോ അല്ലെങ്കിൽ ശബരിമല റെക്കോർഡിലോ ഇത് സ്വർണ്ണ തകിടാണെന്ന് കാണിച്ചതാ? അങ്ങനെയൊന്നും റെക്കോർഡില്ലല്ലോ. ആ കേസ് അവിടെ കൊണ്ട് തീർന്നു. നമ്മൾ പറഞ്ഞില്ലേ ഈ കേസ് എങ്ങനെ തീരും എന്നുള്ളത്. ആ എനിക്ക് ജാമ്യം തരാൻ പറഞ്ഞതിനകത്തുണ്ട്. അതായത് ഈ കേസിന്റെ പുറകിൽ വളരെ വലിയ ഗൂഢാലോചന, കടൽ കടന്നിട്ടുണ്ടെന്ന് കോടതി ചോദിച്ചിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടാ, അല്ലാതെ അങ്ങനെ അന്വേഷിക്കണമെന്ന് പറയാനേ പറ്റൂ, ബോധ്യപ്പെട്ടാ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഹൈക്കോടതിയിൽ നിന്ന് ഇടപെട്ട് ഇത് ഒന്നും ആവത്തില്ല. പണ്ട് പല കേസുകളുടെയും അതേ പാറ്റേണിൽ ഈ കേസ് തീരുമെന്നറിയാം. അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് നടന്നത്. ED ഒക്കെ വരട്ടെ, അത് പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കും. അതായത് ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും വിജയൻ സാർ ഇത് വെച്ച് പറയും, ഇനി ഇതിനകത്ത് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അതോ ഇതിനകത്ത് ആരും അനങ്ങുന്നില്ല. കോൺഗ്രസ് ഈ ഒരു പാട്ടും പോറ്റിയെ കയറ്റിയെന്നേ പറഞ്ഞുള്ളൂ. പോറ്റിയെ കയറ്റിയതിനകത്ത് സോണിയാഗാന്ധി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പോറ്റിയെ കയറ്റിനകത്ത് അടൂർ പ്രകാശ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പോറ്റിയെ കയറ്റിനകത്ത് പത്തനംതിട്ട MP ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. BJP നേതാക്കന്മാരും മിണ്ടുന്നില്ലല്ലോ. സുരേഷ് ഗോപിയും പറഞ്ഞു, രാജീവചന്ദ്രൻ എങ്ങാണ്ടൂടെന്ന് പറഞ്ഞിട്ട് പോയി, വേറെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പൊ പോറ്റിയെ കയറ്റിയതിനകത്ത് സമൂലമുണ്ട്. അത് കോടതിക്ക് മനസ്സിലായി. കോടതി നിസ്സഹായ അവസ്ഥയിലാണ്. അല്ല, കോടതിയുടെ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, വളരെ ഗൗരവമായിട്ട് പരിശോധിക്കാനായിട്ട് എന്തുകൊണ്ട് SIT നിന്നുപോയി. നിങ്ങളെന്ത് മരവിച്ച് നിൽക്കുന്ന കഴിക്കണം അല്ലേ? ഈ അന്വേഷണം എന്തുകൊണ്ട് ഇവിടെ അവസാനിച്ചു? പത്മൻ നേരത്തെ പറഞ്ഞു, എന്താണ് പത്മകുമാറിന്റെ നേരത്തെ ഉള്ള ഒരു വിലാപമുണ്ട്. എൻ്റെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന 2 പേര് നിങ്ങളെപ്പോലെ. ഇവര് എൻ്റെ ഒപ്പം ഇരുന്ന് തീരുമാനം എടുത്താണ്. നിങ്ങൾ എന്താ അവരെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. കൃത്യമായിട്ട് അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട ആ വിഷയത്തിൽ നിങ്ങൾ എന്താണ് തമ്പിട്ടത്? നിങ്ങൾ എന്താ അവരെ അറസ്റ്റ് ചെയ്യാത്തത്? ഇതിന്റെ പിന്നിൽ ഇനിയും പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സ്രാവുകൾ എവിടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആരിലേക്ക് എവിടേക്കൊക്കെ എത്തുമെന്നും തീർച്ചയായിട്ടും ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. കോടതി കലിപ്പിലാണ്. കോടതി എല്ലാത്തിനും പിടിച്ചുകൊണ്ട് വാടാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ വലിയ സ്രാവുകൾ, മന്ത്രിയോ തന്ത്രിയോ അപ്പൊ ആരായിക്കഴിഞ്ഞാലും ഈ പ്രമാണിമാര് മുഴുവനും, കാരണം ഇത് അത്ര ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെ എന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ സംരക്ഷിക്കേണ്ട ആളുകളാണല്ലോ ഇവരൊക്കെ എന്താ ആരാച്ചാരായി മാറിയ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. സംരക്ഷകര് ഇതിന്റെ സംഹാരമൂർത്തികളായി മാറി. അങ്ങനെ അയ്യപ്പന് സംഹരിച്ചു. അവിടെയുള്ള മുഴുവൻ സമ്പത്തുമാര് കൊള്ളയടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു 2 പേരെ അറസ്റ്റ് ചെയ്യല്ലോ, ഗോവർദ്ധനെയും അതേപോലെ തന്നെ മറ്റേ ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതാണ്. 1.5 കോടി രൂപ ഈ പോറ്റി എന്ന് ഗോവർദ്ധന് പല സമയങ്ങളിലായി ഗോവർദ്ധൻ കൊടുത്തു എന്ന് പറയുന്നത്. അതുപോലെ വേറെ കാര്യമുണ്ട് സാർ, നേരത്തെ വന്നൊരു വാർത്ത ഇപ്പൊ പറഞ്ഞിട്ട് സാറ് കഴിഞ്ഞ് പറഞ്ഞു, സ്പോൺസർമാരെയും പിടിക്കുമായിരുന്നു അവിടെ. എന്നിട്ട് ഇതൊന്നും അവിടെ വന്നിട്ടില്ല. ഇയാൾക്ക് സ്പോൺസർമാരെ പിടിക്കുന്ന കാര്യം ഇപ്പൊ ഇത്രമാത്രം പണമാണ് ഇങ്ങനെ ഇത് അമാസ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ ആരിൽ നിന്നൊക്കെ ആരിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് കോടതി വളരെ കർശനമായിട്ട് വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വൻ സ്രാവുകളൊക്കെ പിടിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മന്ത്രിമാരും തന്ത്രിമാരും ജയറാമും ഒക്കെ വരുമായിരിക്കും അല്ലേ സാറേ? നാളെ കാലത്തെ അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെ മന്ത്രി അറസ്റ്റ് ചെയ്തു, തന്ത്രി അറസ്റ്റ് ചെയ്തു, ജയറാമിനെ പിടികൂടി നമ്മൾ ഞെട്ടാനിരിക്കുന്നേ ഉള്ളൂ അല്ലേ?